ശുശ്രൂഷിച്ച അനേക വ്യക്തി ജീവിതങ്ങളെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. എന്ന് പറഞ്ഞാൽ അബ്രഹാം തനിക്ക് പരിചയമില്ലാത്ത 3 പേരെ തന്റെ കുടുംബത്തിലേക്ക് അതുവഴിയായി കടന്നു പോയപ്പോൾ അവരെ പോയി വിളിച്ചുകൊണ്ട് വന്ന് അവർക്ക് ശുശ്രൂഷ നൽകുവാൻ കൊണ്ടമിടയായി. യോസഫ് തന്നെ ആക്കി വെച്ചിരുന്ന സ്ഥലത്തെല്ലാം വിശ്വസ്തയോടെ ശുശ്രൂഷ ചെയ്യുവാനിടയായതാണ്. മോശ 40 സംവത്സരം ഈ ഇസ്രായേൽ മക്കളെ ദൈവം കൽപ്പിച്ചതുപോലെ ഒക്കെയും നടത്തി ശുശ്രൂഷ ചെയ്യുവാനായിട്ടിടയായതാണ്. ഇന്ന് രാത്രികാലം ഞാനിത് പറയുമ്പോൾ എന്തിന് ഞാനിത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ, കർത്താവ് പറയുകയാണ്, എന്നിലുള്ള ഞാനിത് ദൃഷ്ടാന്തമായി നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നു. അപ്പോൾ എന്താണ് നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ടത്? അതിനും കർത്താവ് ഒരു ഉപമ പറയുവാനായിട്ടിടയായി. അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുന്നു. അർത്ഥപ്രാണനായി വഴിയിൽ കിടക്കുകയാണ്. അതുവഴിയായി ഒരു ലേവ്യൻ കടന്നുപോയി. അവനെ കണ്ടിട്ട് ഒഴിഞ്ഞു മാറി പോയി കളഞ്ഞു. ഇതുപോലെ തന്നെ ഒരു പുരോഹിതനും കടന്നു വന്നു. പുരോഹിതനും ഈ അർത്ഥപ്രാണനായി കിടക്കുന്ന വ്യക്തിയെ കണ്ടിട്ട് അവനും ഒഴിഞ്ഞു മാറി പോയി കളഞ്ഞു. അടുത്തതായി കടന്നു വരുന്ന ആരാണ്? ശമര്യക്കാരൻ. ആ ശമര്യക്കാരൻ കടന്നു വന്നപ്പോൾ അവൻ അർത്ഥപ്രാണനായി കിടക്കുന്ന ഇവനെ ആദ്യത്തെ ഫസ്റ്റ് എയ്ഡ് എന്ന് പറയും അല്ലെ, ഫസ്റ്റ് എയ്ഡ് കൊടുത്തു, ദേഹ ശുശ്രൂഷയെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഇവരെ എടുത്തുകൊണ്ടുപോയി വഴിയമ്പലത്തിൽ കൊണ്ടുചെന്നാക്കി. എന്നിട്ട് പറയുകയാണ്, ഇവനെ ശുശ്രൂഷ ചെയ്യണം. പൈസയും കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇനിയും അധികം വല്ലതും ചെലവിട്ടാൽ ഞാൻ മടങ്ങി വരുമ്പോൾ തന്നുകൊള്ളാം. ഇന്ന് ലോകത്ത് നാം നോക്കുമ്പോൾ എല്ലാവരും വളരെയധികം തീഷ്ണതയോടെ ദൈവപ്രവൃത്തിക്ക് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. പക്ഷേ സ്വന്തം സഹോദരൻ ഒരു പക്ഷേ അവശനായി ഒരു നേരത്തെ ആഹാരം പോലും കിട്ടാതെ ഭവനത്തിൽ നിൽക്കുമ്പോഴാണ് ദൈവവേലയെന്നും പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. നിന്റെ ദൈവവേലയ്ക്ക് യാതൊരു പ്രതിഫലം ഉണ്ടാകത്തില്ല. എന്നാൽ ആ സഹോദരന് ആവശ്യമുള്ളത് ചെയ്തു കൊടുത്തിട്ടാണ് ദൈവവേലയ്ക്ക് പോകുന്നതെങ്കിൽ അതാണ് ദൈവം കണക്കിടുന്നത്. ഒന്നാമത് ഞാൻ പറഞ്ഞുതരാം, ഒരു ലേവ്യനാണ്. ലേവ്യൻ എന്ന് പറയുന്നത് പഴയ നിയമത്തിലെ പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നവനാണ്. അവൻ കടന്നു ചെന്നത്, അവന്റെ ഫോക്കസ് എങ്ങോട്ടായിരുന്നു? ദേവാലയത്തിലേക്ക് യാത്ര ചെയ്യേണ്ടതിനായിരുന്നു അവന്റെ ഫോക്കസ്. അതുകൊണ്ട് അർത്ഥപ്രാണനായി കിടന്ന അവനെ അവൻ നോക്കിയില്ല. അവൻ നേരെ ആലയത്തിലേക്ക് പോയി ശുശ്രൂഷ ചെയ്യാനായിട്ട് കടന്നു പോയതാണ്. മറ്റൊരു പുരോഹിതൻ, പുതിയ നിയമ ശുശ്രൂഷകനാണ് പുരോഹിതൻ. അവനും എന്താണ്? അവന്റെ ഫോക്കസും ആലയത്തിലെ ആരാധനയ്ക്ക് ചെല്ലണമെന്നുള്ളതായിരുന്നു. അവനും ഇവനെ കൈവിടുവാനായിട്ടിടയായി. പക്ഷേ കർത്താവ് ഈ ശമര്യക്കാരനെ നോക്കിയിട്ട് പറയുകയാണ്, ഇവനാണ് നല്ല ശമര്യക്കാരൻ. അവൻ കർത്താവ് പോലും ഒരു ലേവ്യനെയോ ഒരു പുരോഹിതനെയോ നല്ലവനെന്ന് വിളിച്ചില്ല. കാരണം എന്നറിയാമോ? അർത്ഥപ്രാണനായി നിന്റെ മുൻപിൽ കിടക്കുന്ന സഹോദരന്റെ ജീവിതത്തിൽ നീ ഒരു നന്മയും ചെയ്യാതെ ആലയത്തിൽ കടന്നു വന്ന് 2 സ്തോത്രം പറഞ്ഞ്, 2 ഹല്ലേലൂയ പറഞ്ഞ്, 2 അന്യഭാഷ പറഞ്ഞ് നിന്റെ ജീവിതത്തിൽ ദൈവം പ്രസാദിക്കത്തില്ല. ദൈവം പ്രസാദിക്കണമെങ്കിൽ നിന്റെ മുൻപിലുള്ള സഹോദരനെ നീ നോക്കി പരിപാലിച്ചിട്ട് നീ കടന്നു വന്ന് സ്തോത്രം പറ. നിന്റെ സ്തോത്രത്തിന്മേൽ ദൈവിക ചൈതന്യം വെളിപ്പെടുവാനായിട്ടിടയാകും.